Good morning. Good morning, teacher. Good morning. Morning, ma'am. Morning, ma'am. Morning. ഓക്കെ, അപ്പൊ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സില് ബെൽ, അതായത് സ്കൂൾ ബെല്ലിന്റെ കാര്യങ്ങളൊക്കെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗേറ്റ് വാച്ചിങ്ങിന്റെ കാര്യം, സെക്കൻഡ് ബെല്ല് അടിക്കുന്നതിന് മുമ്പായിട്ട് കുട്ടികള് കയറുന്ന കാര്യങ്ങള്, പിന്നെ അസംബ്ലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ചിലപ്പം ഡിസിപ്ലിൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഇനി അടുത്തത് ക്യാൻവാസിംഗ് ആൻഡ് പ്രൊപ്പഗൻഡാസ് ആണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം. ക്യാൻവാസിംഗ് ആൻഡ് പ്രൊപ്പഗൻഡാസ് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കാം കേട്ടോ. ടീച്ചറെ എത്രാമത്തെ പേജാ? ഇത് പാർട്ട് 4 യൂണിറ്റ് 1 ആണ് കേട്ടോ. സ്കൂൾ മാനേജ്മെന്റ് പാർട്ട് 4 യൂണിറ്റ് 1. ഒരു സെക്കൻഡ് കേട്ടോ. ഓക്കെ, വായിച്ചോ നിങ്ങള്? ക്യാൻവാസിംഗ് ആൻഡ് പ്രൊപ്പഗൻഡാസ് വായിച്ചോ?
ഓക്കെ, ഒന്ന് പറഞ്ഞേ, ആരാ പറയാ, എന്താ അതിനകത്ത് പറഞ്ഞിരിക്കുന്നേ? നമ്മള് കുട്ടികളെ ഒരു നഴ്സറി പോലെയുള്ള സ്കൂളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരസ്യങ്ങള്, ബ്രോഷേഴ്സ് ഒക്കെ സംഘടിപ്പിച്ച്, പിന്നെ അത് മാത്രമല്ല കുട്ടികളുള്ള വീടുകളിൽ സന്ദർശിച്ച് അവരെ ക്യാൻവാസ് ചെയ്യുക, സ്കൂളിനെ പറ്റിയിട്ടും നമ്മൾക്ക് പഠിപ്പിക്കേണ്ട ഒരു രീതികളെ പറ്റിയിട്ടും ഇതൊക്കെ ആക്ടിവിറ്റീസ്, കൊടുക്കുന്ന ആക്ടിവിറ്റീസുകളെ പറ്റിയിട്ടൊക്കെ ഉള്ളൊരു കൂടുതൽ അവരെ നമ്മളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. അവരുടെ ഡെവലപ്മെന്റിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക അല്ലെ. അതായത് ഇപ്പോ പറഞ്ഞത് പല പല ടീച്ചിങ് മെത്തേഡ്സിലൂടെയൊക്കെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ ക്യാൻവാസിംഗ് ആൻഡ് പ്രൊപ്പഗൻഡസ്, അതായത് കൂടുതൽ നോട്ടീസ്, അതുപോലെ പ്രചരണങ്ങള്, അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ കുട്ടികളെ കൂടുതൽ ബോധവാന്മാരാക്കുക. അതുപോലെ പാരന്റ്സിനെയും അവയർനെസ് കൊടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത് കേട്ടോ. അടുത്തത് ടൈപ്സ് ഓഫ് ക്യാൻവാസിംഗ് ആണ്. ടൈപ്സ് ഓഫ് ക്യാൻവാസിംഗ് എന്ന് പറയുമ്പോൾ ആദ്യം ഇവിടെ പറയുന്നുണ്ട് ഡോർ ടു ഡോർ ക്യാൻവാസിംഗ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതായത് നേരത്തെ പറഞ്ഞല്ലോ, അതായത് വീടുകൾ തോറും എന്ത് ചെയ്യുന്നുണ്ട്, ക്യാൻവാസ് നടത്തുന്നുണ്ട്. അതായത് ഓരോ ആളുകളെ ചെന്ന് കണ്ട്, അല്ലെങ്കിൽ ഓരോ പാരന്റ്സിനെ ചെന്ന് കണ്ട് അവരുടെ വീടുകൾ തുറവരുടെ വീടിന്റെ വാതിൽക്കൽ മുട്ടി ഇരുന്നിട്ട് മുട്ടി അവരെ വിളിച്ച് സ്കൂളിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ പറയുക. ആളുകളെ, കുട്ടികളെ കൂടുതൽ ആ സ്കൂളിലേക്ക് അട്രാക്ട് ചെയ്യിപ്പിക്കാനുള്ള കാര്യങ്ങൾ എന്താ പറയാ, പാരന്റ്സിനോട് പറയുക. അതുപോലെ തന്നെ കുട്ടികൾക്കും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. പിന്നെ ചില കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക, സ്കൂൾ ബാഗുകൾ, ബോക്സ്, കുട, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, കുട്ടികളെ അവരുടെ സ്കൂളിൽ ചേർപ്പിക്കുക എന്നുള്ള രീതിയാണ് ഈ ഒരു ഡോർ ടു ഡോർ ക്യാൻവാസിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഒരു അഡ്വർടൈസിംഗ് മുഖേന, അല്ലെങ്കിൽ ഒരു പരസ്യം നൽകൽ മുഖേന കുട്ടികൾ എന്ത് ചെയ്യുന്ന അവരുടേതായിട്ടുള്ള സ്കൂളുകളിൽ ചേർക്കുന്ന ഒരു രീതിയാണ്. അടുത്തത് ഇൻഡോർ ക്യാൻവാസിംഗ്. ഇൻഡോർ ക്യാൻവാസിംഗ് എന്ന് പറഞ്ഞാൽ ഗിവിംഗ് ഗുഡ് എഡ്യൂക്കേഷൻ ടു ദ പ്രസന്റ് സ്റ്റുഡൻസ്, കണ്ടിന്യൂയിങ് ഡിസിപ്ലിൻ, സ്ട്രിക്ട്ലി കോജന്റ് ദ എൻക്വയറീസ്. അതായത് നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നതിലൂടെ കുട്ടികളെ ആകർഷിക്കുന്ന ഒരു രീതിയാണ് ഇൻഡോർ ക്യാൻവാസിംഗ് എന്ന് പറഞ്ഞാൽ. ഇതിനായിട്ട് അധികം നമ്മൾ അഡ്വർടൈസിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ആവശ്യമില്ല. അതായത് ആ സ്കൂളിൽ മികച്ച രീതിയിലുള്ള വിദ്യാഭ്യാസം കൊടുക്കുന്നതിലൂടെ മികച്ച റിസൾട്ട് ആ സ്കൂളിൽ കിട്ടുന്നതായിരിക്കും. അതിലൂടെ ധാരാളം കുട്ടികളും അതുപോലെ പാരന്റ്സും തന്നെ എന്താണ്, ആ സ്കൂളിലേക്ക് ആകർഷിക്കപ്പെടുന്ന ഒരു രീതിയാണുള്ളത്. നമ്മൾ എന്ത് ചെയ്യണ്ട, പുറമേക്ക് പരസ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുക്കേണ്ടി വരില്ല. അവരിങ്ങോട്ട് ആ സ്കൂളിനെ അന്വേഷിച്ച് വരികയാണ് ചെയ്യുന്നത് കേട്ടോ. ക്ലിയർ ആയോ? നിങ്ങൾക്ക് മനസ്സിലായത്? ഡോർ ടു ഡോർ ക്യാൻവാസിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീടുകൾ തോറും കയറി ഇറങ്ങി കുട്ടികളെ പിടിക്കുന്ന ഒരു രീതിയാണ്. എന്നാൽ ഇൻഡോർ ക്യാൻവാസിംഗ് എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് അവർ കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ എഡ്യൂക്കേഷനും അതുപോലെ തന്നെ ആ എഡ്യൂക്കേഷനോട് നല്ല രീതിയിലുള്ള റിസൾട്ടും എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിലൂടെ ആളുകൾ അല്ലെങ്കിൽ പാരന്റ്സ് എന്ത് ചെയ്യുന്നു, തിരിച്ചു വരുന്നത് അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ടു ചേർക്കുന്ന ഒരു രീതിയാണ് ഇൻഡോർ ക്യാൻവാസിംഗ് ഉള്ളത്. നിങ്ങളുടെ അടുത്ത് അങ്ങനെയുള്ള സ്കൂളുണ്ടോ? അധികം പരസ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാതെ തന്നെ വർഷങ്ങളായിട്ട് മികച്ച സ്കൂൾ എന്ന പേര് നിലനിർത്തിക്കൊണ്ട് കുട്ടികൾ എന്ത് ചെയ്യാണ്, അവിടെ ചെന്ന് ചേരുക ചെയ്യുന്നത്. ഓക്കെ, പരസ്യങ്ങളുടെ ഒന്നും ആവശ്യമില്ലാതെ അങ്ങനെയുള്ള ആ സ്കൂളുകളുണ്ടോ നിങ്ങളുടെ അടുത്ത്? ഉണ്ട്, അങ്ങനത്തെ സ്കൂളുകളുണ്ട്. എന്റെ മക്കൾ പഠിക്കുന്ന സ്കൂളുണ്ട്. എന്താണ് അവരുടെ രീതി, അവര് പഠിപ്പിക്കുന്നത് എന്താണ് എന്ന് പറയാമോ? അവരവിടെ ഒരു കോൺവെന്റ് സ്കൂളാണ്, സ്റ്റേറ്റ് സിലബസ് തന്നെയാണ്. അവിടെ ഇഷ്ടംപോലെ കുട്ടികളുണ്ട്. ഗേൾസ് ഓൺലി ആണ്. അവര് പ്രത്യേകിച്ച് പരസ്യമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, തനിയെ കുട്ടികൾ വന്ന് ചേരുന്നുണ്ട്. ഇനി വേറെ ഏതെങ്കിലും ഉണ്ടോ? വേറെ ഏതെങ്കിലും സ്കൂളുകൾ നിങ്ങളുടെ അടുത്തുണ്ടോ പറയാട്ടുണ്ടെങ്കില്? അടുത്തത് നോക്കിയാൽ നിങ്ങൾ നെഗറ്റീവ് ക്യാൻവാസിംഗ് ആണ്. ഇറ്റ് ഈസ് ദ ബെസ്റ്റ് ടൈപ്പ് ഓഫ് ക്യാൻവാസിംഗ് ടു അഡ്വേഴ്സ് അഡ്മിഷൻ. ദിസ് ഇയർ വിൽ ഫെച്ച് യു മൾട്ടിപ്പിൾ ഓഫ് അഡ്മിഷൻ ഇൻ ദിസ് ഫ്യൂച്ചർ. അഡ്മിഷൻ കമ്മിങ് ഇൻ ജനുവരി ആർ കോൾഡ് ദ ചീറ്റിംഗ് അഡ്മിഷൻ. അതായത്
ഈ ഒരു ക്യാൻവാസിങ് അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയാ നെഗറ്റീവ് ക്യാൻവാസിങ് എന്ന് ഉദ്ദേശിക്കുന്നത്, അതായത് വൈകിയൊക്കെ അഡ്മിഷൻ എടുത്തിട്ടില്ലേ ചില സ്കൂളുകൾ, അല്ലെങ്കിൽ ചില കുട്ടികൾക്ക് സ്കൂളിൽ നിന്നൊക്കെ TC വാങ്ങിച്ചൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ വരുമ്പോൾ ചില സ്കൂളുകൾ വൈകിയാണ് അഡ്മിഷൻ കൊടുക്കുക. അല്ലെങ്കിൽ അവര് നടത്തുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇപ്പോ ജൂണിലാണ് എന്താ പറയാ അല്ലെങ്കിൽ മെയ് ആ ഒരു ഏപ്രിൽ മെയ് ആണ് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അവർ ചിലപ്പോൾ കുറച്ച് വൈകി അടുത്ത ജനുവരിയിലായിരിക്കും അഡ്മിഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അഡ്മിഷനായിട്ട് കൂടുതൽ കുട്ടികളെ പിടിക്കാനൊക്കെ നോക്കുക. അപ്പൊ ഇത്തരത്തിലുള്ള അതായത് വൈകി വരുന്ന അഡ്മിഷൻസിനെയാണ് നമ്മൾ നെഗറ്റീവ് അഡ്മിഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നെഗറ്റീവ് ക്യാൻവാസിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്ക് ഒരു പേരും കൂടി വിളിക്കാം, ചീറ്റിംഗ് അഡ്മിഷനും കൂടി ഇതിന് നമുക്ക് വിളിക്കാം. ഓക്കെ, ഇതിന്റെ അടുത്തത് പ്രിമൈസസ് ആൻഡ് ബിൽഡിംഗ് മെയിൻ്റെനൻസ്. എന്താ പറയുന്നത് ഇതിനകത്ത്? കഴിഞ്ഞ ക്ലാസ്സിൽ നേരിട്ട് പറഞ്ഞതാണ്. എന്തൊക്കെയാണ്? അതായത് ബിൽഡിങ്ങുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട, അതായത് ബിൽഡിങ്ങുകൾക്ക് എന്തെങ്കിലും ചോർച്ചയോ അല്ലെങ്കിൽ എന്താണ് പൊട്ടലോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലോ അതുമായി ബന്ധപ്പെട്ടിട്ട് മെയിൻ്റെനൻസ്. പിന്നെ അതുപോലെ തന്നെ ടോയ്ലറ്റ്സ്, അതുപോലെ തന്നെ യൂറിനൽസ്, വാട്ടർ ടാങ്ക്സ്, വാട്ടർ സോഴ്സസ്, ഇതൊക്കെ എന്താണ് ഗാർഡനുകള്, ഇതൊക്കെ അതായത് സ്കൂളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഗാർഡനുകൾ ഉണ്ടാവാം, ടോയ്ലറ്റ്സ് ഉണ്ടാവാം, അതുപോലെ ഷെഡുകൾ ഉണ്ടാവാം, ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന, അതിന് എന്തെങ്കിലും പൊട്ടലോ ചോർച്ചയോ എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാൽ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ എന്താ പറയാ ടീച്ചറുടെ ശ്രദ്ധയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പെട്ടാൽ, ഇപ്പൊ ലീക്കിങ്, ക്രാക്കിങ്, ഡാമേജ് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ടീച്ചറിന്റെ ഇതിൽ പെട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് അതോറിറ്റിയെ അറിയിക്കുക, ആ സ്കൂളിനെ മാനേജ്മെന്റിനെ ഉടനെ തന്നെ അറിയിക്കേണ്ടതാണ്. ഓക്കെ, അതുപോലെ തന്നെ കുട്ടികൾക്ക് കാണുന്ന ഒരു ടെൻഡൻസിയാണ് അവര് ഭിത്തി, അതായത് സ്കൂളിന്റെ ചുമരൊക്കെ ഉണ്ടല്ലോ അവിടെ വരച്ചിടുന്ന ഒരു പ്രവണതയൊക്കെ ഉണ്ടാവാറുണ്ട് കുട്ടികൾക്ക്, അല്ലെ? ക്രയോൺസ് കൊണ്ടോ അല്ലെങ്കിൽ ചോക്കോ അല്ലെങ്കിൽ കളർ ചോക്ക് കൊണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ എന്താണ് വരച്ചിടാറുണ്ട്. അപ്പൊ ഇതൊക്കെ കാണുവാണെങ്കിൽ അതിനെയൊക്കെ തടയാനായിട്ട് ശ്രമിക്കണം. അതൊന്നും എന്താ പറയാ ഡിസിപ്ലിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്, അല്ലെങ്കിൽ അതൊക്കെ എന്താണ് അച്ചടക്കത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക, അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് പാടുള്ളതല്ലാന്ന്. അതുപോലെ തന്നെ ചില കുട്ടികളാണെങ്കിൽ സ്കൂൾ കോമ്പൗണ്ടിന് പുറത്തേക്ക് എന്താ പറയാ പോകാറുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ സ്കൂൾ കോമ്പൗണ്ടിന്റെ സ്കൂളിന്റെ മതിലിന്റെ അടുത്തായിട്ട് ചിലപ്പോൾ തൊട്ടപ്പുറത്തുള്ള ഒരു വീട് ഉണ്ടായിരിക്കാം. ആ വീട്ടില് ചിലപ്പോൾ മാവോ അല്ലെങ്കിൽ എന്താ പറയാ അതായത് മാങ്ങയുടെ മരമോ അല്ലെങ്കിൽ രുതിക്കോ പേരക്കയുടെ മരങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഈ കുട്ടികൾ എന്ത് ചെയ്യും? മതിലിന്മേൽ ചാടി കയറിയിട്ട് അപ്പുറത്തെ വീട്ടിലെ മാവിന്മേൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും മരത്തിൽ നിന്നൊക്കെ ഈ ഫ്രൂട്ട്സ് ഒക്കെ എടുക്കാനായിട്ട് നോക്കും. ഓക്കെ, പേരക്ക പറിക്കാൻ അല്ലെങ്കിൽ ഉദിക്ക പറിക്കാനൊക്കെ അങ്ങനെ ഒരു ടെൻഡൻസി കുട്ടികൾക്ക് ഉണ്ടാവാറുണ്ട്. ഓക്കെ, സ്കൂൾ കോമ്പൗണ്ടിന് പുറത്തു നിന്നുകൊണ്ട്. അപ്പൊ അതൊക്കെ കണ്ടു കഴിഞ്ഞാല് അത് പോകാൻ റെസ്ട്രിക്റ്റഡ് ഏരിയ ആണെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക, അവരെ അതിൽ നിന്ന് തടയുകയാണ് ഒരു ടീച്ചർ എന്ന രീതിയിൽ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ എല്ലാ എന്താ പറയാ സ്കൂളില് പ്രത്യേകിച്ച് അതായത് ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പർട്ടിക്കുലർ ഡേ ഉണ്ടാവും, അല്ലെ? അതായത് ശുചിത്വവുമായി ബന്ധപ്പെട്ടിട്ട് സ്കൂൾ പരിസരങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ടുള്ള ഒരു ഡേ സ്കൂള് ആചരിക്കുന്നുണ്ടാകും. അപ്പൊ ആ ഒരു ഡേയില് കുട്ടികളെ അത് ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ബോഡി നമ്മൾ സെൽഫ് കെയർ കൊടുക്കുന്നത് പോലെ തന്നെ നമ്മുടെ സറൗണ്ടിങ്സ് ചുറ്റുമുള്ളതും ക്ലീൻ ആയിരിക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാട് കുട്ടികളിലേക്ക് പകർത്തി കൊടുക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, ദെൻ ഡിസിപ്ലിൻ ആൻഡ് മെയിൻ്റെനൻസ് എന്തൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്? ഒന്ന് വായിച്ചു അതൊന്ന് നിങ്ങളൊന്ന് റീഡ് ചെയ്തേ. ഡിസിപ്ലിൻ ആൻഡ് മെയിൻ്റെനൻസ്.
എന്താണ് പറയുന്നത് ഇവിടെ? ദീപ ഉണ്ണി ഒന്ന് പറയാമോ? ഡിസിപ്ലിൻ ആൻഡ് മെയിൻ്റെനൻസ്. ഡിസിപ്ലിൻ ആൻഡ് മെയിൻ്റെനൻസ് ഒന്ന് പറയാവോ? പറയാം. ആ ഞാൻ വായിച്ചങ്ങ് തീർന്നില്ല. എൻ്റെ PDF ഇല്ല, ഞാനപ്പോ അത് വായിച്ചു കഴിഞ്ഞില്ല കേട്ടോ. വായിച്ചു കഴിഞ്ഞവരാരെങ്കിലും ഉണ്ടോ? ഞാൻ പറയാം മിസ്സേ. ഓക്കെ, പറഞ്ഞോളൂ. അത് പാരൻസിൻ്റെ ട്രെയിൻ ചെയ്ത് കിട്ടുന്നതാണ് ഡിസിപ്ലിൻ. പുസ്തകത്തിൻ്റെ എഡ്യൂക്കേഷനേക്കാൾ അപ്പുറത്തേക്ക് നമ്മളെ പാരൻസ് പഠിപ്പിക്കേണ്ടതാണ് ഡിസിപ്ലിൻ. പിന്നെ ക്ലാസ് റൂമിൽ നിന്ന് മാത്രമല്ല, നമ്മളെ വീട്ടിലുള്ള മുതിർന്നവരിൽ നിന്നും കൂടിയിട്ടാണ് ഡിസിപ്ലിൻ പഠിക്കുക. പിന്നെ സെൽഫ് ഡിസിപ്ലിൻ ടീച്ചർക്ക് ക്ലാസ്സിലിരുന്നിട്ട് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. സെൽഫ് ഡിസിപ്ലിൻ ഒക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. അത് ബുദ്ധിയിൽ നിന്ന് വരുന്നതല്ല, അതിങ്ങനെ നേച്ചർ നമ്മൾ പെരുമാറുന്ന സ്ഥലത്ത് നിന്ന് പ്രാക്ടീസിലൂടെ കിട്ടുന്നതാണ് ഡിസിപ്ലിന്. അതന്നെ മനസ്സിലായത്. അതൊക്കെ പിന്നെ ബാഡ് ആയിട്ടുള്ള ഹാബിറ്റ്സ് ആണ് ഗോസിപ്പിംഗ്, നെയിൽ ബീറ്റിംഗ്. ഇതൊന്നും പാടില്ല. അങ്ങനെ. ഓക്കെ. അതായത് കുട്ടികളുടെ എന്താ പറയാ, ഒരു ബുക്കിൽ നിന്ന് പഠിക്കുന്നതിനേക്കാളും കൂടുതൽ പാരന്റ്സ് ആഗ്രഹിക്കുന്നത് എന്താണ്? അച്ചടക്കമായിട്ടുള്ള ഡിസിപ്ലിൻ ട്രെയിനിങ് ആണ്. അതായത് കുട്ടികൾ ഡിസിപ്ലിൻ പഠിക്കണം എന്നുള്ള രീതിക്കാണ്, അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിച്ചിട്ടാണ് ഓരോ പാരന്റ്സും കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്നത്. പാഠപുസ്തകത്തിൽ നമുക്ക് പല അറിവുകളും ലഭിച്ചിരിക്കാം, എന്നാലും അതിനേക്കാളും കൂടുതൽ പാരന്റ്സ് ആഗ്രഹിക്കുന്നത് കുട്ടികളുടെ ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ ഒരു നല്ല വ്യക്തിയായി തീരാനായിട്ട് കുട്ടികളെ സഹായിക്കാനായിട്ട് സ്കൂളിന് പറ്റും എന്നൊരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് അവര് കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്നത്. അതുപോലെ തന്നെ ഈ കുട്ടികൾ, അതായത് കുട്ടികളുടെ ഡിസിപ്ലിൻ ആൻഡ് മെയിൻ്റെനൻസുമായിട്ട് പറയാനുള്ളത്, കുട്ടികൾ മറ്റുള്ളവരോട് പെരുമാറുന്ന ഒരു രീതിയാണ് അല്ലെ. ചില കുട്ടികൾ നമുക്ക് കണ്ടിട്ടുണ്ട് ക്ലാസ് റൂമിലൊക്കെ ഇരിക്കുന്ന പിള്ളേര്, ചിലർ ഭയങ്കരമായിട്ട് ചൂടാകുന്നതൊക്കെ കാണാനായിട്ട് സാധിക്കും അല്ലെ, ദേഷ്യപ്പെടും. ടീച്ചേഴ്സിനോടാണെങ്കിലും ചില കുട്ടികൾ, ചെറിയ കുട്ടികളാണെങ്കിലും വലിയ കുട്ടികളാണെങ്കിലും ചിലപ്പോൾ ദേഷ്യപ്പെടാറുണ്ട്. അവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന ഒരു ടെൻഡൻസി ഉണ്ടാവാറുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ചില കുട്ടികൾ എന്താ പറയാ, എന്ത് പറഞ്ഞാലും സൈലന്റ് ആയിട്ടിരിക്കും. അങ്ങനെ ഒരു പ്രത്യേക കാറ്റഗറിയിലുള്ള കുട്ടികളുണ്ട്. ചില കുട്ടികളാണെങ്കിൽ എന്താ പറയാ എപ്പോഴും ഓരോന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ള കുട്ടികളൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോ ഇതും, അതായത് മറ്റുള്ളവരുടെ എങ്ങനെയാണ് പെരുമാറേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ശരിയായിട്ടുള്ള അച്ചടക്കം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങള് സ്കൂളിൽ നിന്ന് പഠിക്കണം എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് പാരന്റ്സ് ആരെ വിടുന്നത്? കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നത്. അപ്പോ നല്ല രീതിയിൽ എന്ത് ചെയ്യണം? അവൻ നല്ല രീതിയിൽ മറ്റുള്ളവരുമായിട്ട് പെരുമാറണം. അതുപോലെ തന്നെ സ്കൂളിൽ എന്തൊക്കെ കാര്യങ്ങൾ, അതായത് സ്കൂളിൽ ഒരു ക്ലാസ് റൂമിൽ ഒരു കുട്ടി ഇരിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് എന്താ പറയാ, മറ്റു കുട്ടികളോട് എങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ ടീച്ചറിനോട് എങ്ങനെ പെരുമാറണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടി പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ ക്ലാസ് റൂമിലേക്ക് ഇരിക്കുമ്പോൾ നമ്മൾ നഖം കടിക്കാൻ അങ്ങനെയുള്ള ടെൻഡൻസി ഒന്നും വരാനായിട്ട് പാടുള്ളതല്ല. അതൊക്കെ മോശം ദുശീലങ്ങളാണ്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്നുണ്ട്. അതായത് നഖം കടിക്കരുത്, ടോയ്ലറ്റിൽ പോയാൽ നന്നായിട്ട് ഹാൻഡ് വാഷ് ചെയ്യണം, പിന്നെ ദിവസവും കുളിക്കണം, പല്ല് തേക്കണം, എന്നിട്ട് പല്ല് തേച്ച് വൃത്തിയായതിനു ശേഷം മാത്രമാണ് നമ്മൾ ഭക്ഷണം കഴിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, കുട്ടിയുടെ വ്യക്തി ശുചിത്വവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഗോസിപ്പുകളൊന്നും പറയാനായിട്ട് പാടില്ല. അത് കുട്ടി പറയാതിരിക്കണമെങ്കിൽ, അങ്ങനെ ഒരു കാഴ്ചപ്പാട്, അതായത് ഇതൊരു മോശം ശീലമാണെന്ന് കുട്ടിക്ക് തോന്നണമെങ്കിൽ
ടീച്ചേഴ്സും ആ കാര്യങ്ങൾ മാതൃകയാക്കണം. നമുക്ക് ചില ക്ലാസ് റൂമിൽ അല്ലെങ്കിൽ സ്റ്റാഫ് റൂമിലൊക്കെ ചെന്നാൽ നമുക്ക് കാണാൻ പറ്റും, ടീച്ചർമാര് തമ്മിൽ ഗോസിപ്പുകളും മറ്റൊക്കെ പറയുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും അല്ലെ. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇതൊക്കെ കുട്ടികൾ കേൾക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവര് ചിലപ്പോ ആ ഒരു മോഡൽ സ്വീകരിച്ചിരിക്കും. അപ്പോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് അവരെ കുറ്റം പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ പരദൂഷണം പറയുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ എന്താണ് കുട്ടികളുടെ മോശം ശീലങ്ങളിൽ പെടുന്നതാണ്. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ വാൺ ചെയ്യുക എന്നുള്ളതാണ് പ്രധാന ഡ്യൂട്ടി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള ബാഡ് ഹാബിറ്റും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയതിനു ശേഷം നല്ല രീതിയിൽ ഫ്രണ്ട്സിനോടായാലും അല്ലെങ്കിൽ ടീച്ചേഴ്സിനോടായാലും നല്ല രീതിയിൽ പെരുമാറാനായിട്ട് ശ്രമിക്കും. ഓക്കെ, ക്ലിയർ ആണോ? യെസ് മാം. അപ്പൊ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് കേട്ടോ. വളരെ ചെറിയ ചാപ്റ്റർ ആയിരുന്നു. നമുക്ക് അടുത്തൊരു യൂണിറ്റിലേക്ക് പോകാം. അടുത്തൊരു യൂണിറ്റ് ആണ് ഓഫീസ് മാനേജ്മെന്റ് കേട്ടോ. ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യുക, ഫസ്റ്റ് പേജ് ഒന്ന് റീഡ് ചെയ്യുക. വായിച്ചു കഴിയുമ്പോ ഒന്ന് തമ്പിടാം കേട്ടോ. റീഡ് ചെയ്തു. റീഡ് ചെയ്തു. എന്താണ് പറയുന്നതിനകത്ത്? ഓഫീസ് മാനേജ്മെന്റ് ആണ് അല്ലെ? എന്തൊക്കെ കാര്യങ്ങളാ പറയുന്നേ?
Okay. The word office management means maintaining the staff, maintaining the records, the decision making, and so on. But the teacher is not an office manager. She cannot make decision, or she does not want to control other staff. She is only taking part in the office work. ഓഫീസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്, അതായത് ഓഫീസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന വേർഡ് മീൻ ചെയ്യുന്നത് എന്തൊക്കെയാണ്? അതായത് സ്റ്റാഫുകളെ മെയിൻറ്റെയിൻ ചെയ്യുക, സ്കൂളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്കൂളിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്റ്റാഫുകളെ മെയിൻറ്റെയിൻ ചെയ്യുക. സ്കൂളിലെ റെക്കോർഡുകൾ, പലതരത്തിലുള്ള റെക്കോർഡുകൾ ഉണ്ടാവും അല്ലെ, കുട്ടികളുടെ എന്താ പറയാ ഡീറ്റെയിൽസ് സഹിതം അടങ്ങുന്ന അല്ലെങ്കിൽ അവരുടെ പേര് വിവരങ്ങൾ, അവരുടെ അഡ്രസ് ഒക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന റെക്കോർഡുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫുകളുടെ റെക്കോർഡ്സ് ഉണ്ടാകും. അങ്ങനെ പല അതുപോലെ വിസിറ്റേഴ്സ് ഒക്കെ വരില്ലേ, അവരുടെ റെക്കോർഡ്സ് ഉണ്ടാകും. അങ്ങനെ പല റെക്കോർഡുകളും ഈ ഒരു സ്കൂളിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ തീരുമാനങ്ങൾ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട്, അതായത് സ്കൂളുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ഡിസിഷൻ മേക്കിംഗ് എടുത്താലും അതെന്ത് ചെയ്യും, ഒരു റെക്കോർഡിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാവും അല്ലെ. സ്കൂളുമായി ബന്ധപ്പെട്ട എന്ത് കാര്യമാണെങ്കിലും അത് നമ്മളൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അത് അപ്പൊ തന്നെ അത് റെക്കോർഡിക്കലി അതൊരു ഡാറ്റ ആയിട്ട് നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാകും. അപ്പൊ അതിന്റെ റെക്കോർഡുകൾ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഓഫീസ് മാനേജ്മെന്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കേട്ടോ. മെയിൻ ആയിട്ട് ഫയലുകൾ മാറ്റും അല്ലെങ്കിൽ റെക്കോർഡുകളും മറ്റും സൂക്ഷിച്ചു വെക്കുക എന്നുള്ളതാണ് ഓഫീസ് മാനേജ്മെന്റ്. ഓക്കെ. ടീച്ചർ എന്ന് പറയുന്നത് ഒരു ഓഫീസ് മാനേജർ ആയിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് എന്താ പറയാ പറ്റില്ല. അവർക്ക് ഒറ്റയ്ക്ക് മാത്രമായിട്ട് തീരുമാനങ്ങളോ അല്ലെങ്കിൽ തന്റേതായിട്ടുള്ള അഭിപ്രായങ്ങളോ സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് രൂപപ്പെടുത്താനായിട്ട് കഴിയില്ല. അതിനൊക്കെ മേലധികാരികളുണ്ട്. ജസ്റ്റ് ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ ആ സ്കൂളിന്റെ നിയന്ത്രണം മാത്രമാണ് എന്ത് ചെയ്യുക, ഏറ്റെടുക്കുക. ഓക്കെ, കൺട്രോള് മാത്രം, അല്ലാതെ സ്വയം ഡിസിഷനിൽ ഒരിക്കലും അവർക്ക് എത്താനായിട്ട് പാടുള്ളതല്ല അല്ലെ. അതിനൊക്കെ നമുക്ക് എന്താ പറയാ ബന്ധപ്പെട്ട അതോറിറ്റികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ കൺട്രോൾ ഏറ്റെടുക്കുക. അതുപോലെ തന്നെ ഓഫീസുമായി, അതായത് സ്കൂളിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളതാണ് ഒരു ടീച്ചർ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് കേട്ടോ. സ്കൂളിൽ എന്തൊക്കെ ഓഫീസ് വർക്കുകൾ ഉണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുക. ഓക്കെ. Then അടുത്തൊരു പാരാഗ്രാഫ് പറയുന്നത്, often the teachers with a good English and weak handwriting will be given the work of operating the files and registers. Otherwise, I will be given some other work. She should do only the work dispersed to her. Giving ideas to others make a teacher involved in others' work and this sense with the problems repeatedly. അതായത് നമ്മള് ഓഫീസ് വർക്കുകൾ കൊടുക്കുന്ന ടീച്ചർമാരെന്ന് പറയുന്നത് അവർക്ക് നല്ല രീതിയിൽ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉള്ള ടീച്ചർമാരെയാണ് നമ്മൾ ഓഫീസ് വർക്കുകൾ ഏൽപ്പിക്കുക. നമ്മള് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചു വന്നിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ നമ്മൾ കണ്ട് പരിചരിച്ചു വന്നിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മുടെ ക്ലാസ്സിൽ തന്നെ ഏറ്റവും നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉള്ള കുട്ടികളെയാണ് ടീച്ചർ എന്തെങ്കിലും സെമിനാറോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊജക്റ്റോ ഒക്കെ തയ്യാറാക്കാനായിട്ട് കൊടുക്കുക അല്ലെ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനെ? നിങ്ങൾ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ അങ്ങനെ? നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉള്ളവർ ആരൊക്കെ അതിനകത്ത്? നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങൾ ചെറുപ്പത്തിലെ പഠിച്ചു വന്ന ആ ഒരു ക്ലാസ് കാലയളവിൽ ഏറ്റവും നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉള്ള കുട്ടികളെ എന്ത് കൊടുക്കും? അവർക്ക് ഒരു ചുമതല കൊടുക്കും, ഇങ്ങനെയുള്ളൊരു കാര്യം ചെയ്യാമെന്നത്. എഴുതുവാനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ കുട്ടികളെ ആയിരിക്കും ടീച്ചർ ചുമതലപ്പെടുത്തുക. നിങ്ങൾ കണ്ടിട്ടില്ലേ അങ്ങനെ? ആർക്കും ഇല്ല അങ്ങനെ ഒരു എക്സ്പീരിയൻസ്? കണ്ടിട്ടുണ്ട് അല്ലേ? ഓക്കെ. അതുപോലെ തന്നെ ഈ സെമിനാറുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അതൊക്കെ പ്രസന്റ് ചെയ്യാൻ എന്താ പറയാ നല്ല രീതിയിൽ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിവുള്ള ആളുകളൊക്കെ ആയിരിക്കും ടീച്ചർമാര് ചുമതല കൊടുക്കുക. ഓക്കെ. അപ്പൊ ടീച്ചേഴ്സിന്റെ ഇടയിൽ ഇങ്ങനെയുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ടീച്ചർമാരുടെ ഇടയിലും നല്ലോണം ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാവുന്നവര് അതുപോലെ തന്നെ നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉള്ളവരെയൊക്കെ തിരഞ്ഞെടുക്കാറുണ്ട് ഓഫീസ് വർക്കിന് വേണ്ടിയിട്ട്. ഓക്കെ. അതുപോലെ തന്നെ മറ്റു ടീച്ചർമാർക്ക് എന്താണ്, അതായത് എന്തെങ്കിലും ഹെൽപ്പുകൾ കൊടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സഹായങ്ങൾ മറ്റു ടീച്ചർമാർക്കൊക്കെ വേണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് ഈ ടീച്ചർമാർ അല്ലെങ്കിൽ ഈ മേൽനോട്ടം കൊടുത്തിരിക്കുന്ന ടീച്ചർമാർ ശ്രദ്ധിക്കാറുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോ ഒരു സ്കൂളിലെ ഓഫീസിന്റെ ഓവറോൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഓഫീസ് മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ.
Then every teacher should take care of maintaining the attendance register of your class, leave letters of your class, and register visitors, entries in the visitors notebook during the absence of all here administrators. അതുപോലെ തന്നെ എല്ലാ ടീച്ചർമാരും ഒരു ക്ലാസ്സിലെ അറ്റൻഡൻസ് രജിസ്റ്റർ സൂക്ഷിക്കേണ്ടതാണ്. കുട്ടികളുടെ അറ്റൻഡൻസ് രജിസ്റ്റർ, അതുപോലെ തന്നെ ലീവ് ലെറ്റേഴ്സ്, എത്ര ലീവ് ലെറ്റേഴ്സ് വരുന്നുണ്ടോ അതിന്റെ റെക്കോർഡുകള്, അതുപോലെ തന്നെ വിസിറ്റേഴ്സിന്റെ എൻട്രിയുമായി ബന്ധപ്പെട്ട റെക്കോർഡുകള്, ഇതൊക്കെ എന്ത് ചെയ്യണം, സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ എന്താ പറയാ, അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഒക്കെ എന്താ പറയാ ലീവ് ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അവർ ആബ്സെന്റ് ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള രേഖകളും കൂടി ടീച്ചർമാര് സൂക്ഷിച്ച് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. Okay, if she is given the work of operating the admission register, staff leave register and so on, then only she should touch them. The teacher in the office work should not leak the message even to the close friend or life partner. Keeping concealment is very important. അതുപോലെ തന്നെ അഡ്മിഷൻ രജിസ്റ്ററുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ടീച്ചറാണ്. സ്റ്റാഫ് രജിസ്റ്റർ, സ്റ്റാഫിന്റെ ലീവ് രജിസ്റ്റർ, ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അവളുടെ കൈപ്പിടിയിൽ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അവൾക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ അറിവുണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഓഫീസ് വർക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ലീക്ക് ചെയ്യാനായിട്ട് പാടുള്ളതല്ല. ഒരു സ്കൂളിന്റെ എന്താ പറയാ ഓഫീസ് വർക്കുമായി ബന്ധപ്പെട്ടിട്ട് പല കാര്യങ്ങൾ ഉണ്ടാവാം, ഇത് നമ്മൾ പുറത്ത് ലീക്ക് ചെയ്യരുത്. അതായത് ഇവൻ നമ്മുടെ ലൈഫ് പാർട്ട്ണറോട് പോലും, അല്ലെങ്കിൽ ആ ടീച്ചറുടെ ജീവിത പങ്കാളിയോട് പോലും എന്ത് ചെയ്യാൻ പാടില്ല, സ്കൂളിൻ്റെതായിട്ടുള്ള ഓഫീസ് കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാനായിട്ട് പാടുള്ളതല്ല. പുറത്തൊരാള് തേർഡ് പാർട്ടി എന്ത് ചെയ്യാൻ പാടില്ല, അറിയാനായിട്ട് പാടില്ല. ആ സ്കൂളിലെ അധികൃതരും ആ ടീച്ചറും മാത്രമാണ് എന്ത് ചെയ്യുക, ആ സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയാ ചർച്ച ചെയ്യേണ്ടത്. അല്ലാതെ പുറത്തുനിന്നുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഈ ഒരു സ്കൂളിലെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാനായിട്ട് പാടുള്ളതല്ല എന്ന് കൂടി പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. Then any promotion from the teaching grade is only an administrative post, so the teacher should think that taking part in the office work is training for her. In the starting point, she should show each and all work she does to her superiors who had allotted the work and get checked whether she had done it properly. അതുപോലെ തന്നെ ഒരു ടീച്ചിങ് ഗ്രേഡിൽ നിന്നുള്ള ഒരു പ്രൊമോഷൻ എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റിലേക്കാണ്, അല്ലെ? അതായത് നമ്മളിപ്പോ മറ്റേതൊരു ജോലിയിൽ നമ്മൾ എടുത്തു നോക്കിയാലും ആ ജോലിയിൽ നമുക്ക് പ്രൊമോഷൻ കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ നിങ്ങളൊരു ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയുടെ നിങ്ങൾക്ക് അതിലുള്ള കഴിവനുസരിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ കാണിക്കുന്ന ആത്മാർത്ഥത അനുസരിച്ച് എന്ത് ചെയ്യാം, നിങ്ങളെ അവരെ പ്രൊമോട്ട് ചെയ്യുക, അല്ലെങ്കിൽ പ്രൊമോഷൻ നിങ്ങൾക്ക് തരാം. പക്ഷെ നമുക്കൊരു ടീച്ചറായിട്ട് നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാല് കേവലം ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റ്, അതായത് ഓഫീസിലെ കാര്യങ്ങൾ നോക്കുന്ന ആ ഒരു പോസ്റ്റിലേക്ക് മാത്രമായിരിക്കും നിങ്ങൾക്ക് എന്ത് കിട്ടുക, പ്രൊമോഷൻ കിട്ടുക. നമ്മളൊരു ടീച്ചറായിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റിട്ടയർഡ് ആവുന്നവരെ ആ ടീച്ചറായിട്ട് തന്നെയാണ് നമ്മൾ ജോലി ചെയ്യുന്നത്, അല്ലെ? അതിനകത്ത് യാതൊരുവിധ പ്രൊമോഷനും നമ്മൾക്കില്ല. കൂടി വന്നാൽ നമുക്ക് HM ആവാൻ സാധിക്കും, അല്ലെങ്കിൽ പ്രിൻസിപ്പൾ ആവാനായിട്ട് സാധിക്കും. അതല്ലാതെ ആ സ്കൂളിൽ വിട്ട്, അല്ലെങ്കിൽ ആ സ്കൂളിൽ ആ ഒരു ടീച്ചർ എന്ന പോസ്റ്റിന് ഉപരിയായിട്ട് നമുക്ക് കൂടുതലായിട്ടൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സ്പെക്ട് ചെയ്യാനായിട്ട് പാടില്ല. ഒരു സാധാ LD ആയിട്ട്, LD ക്ലർക്കായിട്ട് കയറുന്ന ആൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഹയർ ആയിട്ടുള്ള പൊസിഷനിൽ ഇരിക്കുക, അല്ലെ? തീരെ ചെറുപ്പത്തിലാണ് ക്ലർക്കായിട്ട് ജോയിൻ ചെയ്യുന്നതെങ്കിൽ ഒരു അയാളുടെ റിട്ടയർഡ് കാലഘട്ടം ആവുമ്പോൾ IAS പദവിയുള്ളൊരു ഗസറ്റഡ് തസ്തികയിലായിരിക്കും അയാൾ റിട്ടയർഡ് ചെയ്യുക. പക്ഷെ നമുക്ക് ടീച്ചറുടെ പോസ്റ്റിൽ ആ ഒരു പ്രൊമോഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ടീച്ചറിന് പ്രൊമോഷൻ ഉണ്ടോ? ടീച്ചറായിട്ട് തന്നെയല്ലേ റിട്ടയർഡ് ചെയ്യുക? അതെ, ടീച്ചറായിട്ട് തന്നെയാണ് റിട്ടയർഡ് ചെയ്യുക കേട്ടോ. അപ്പോ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാല് മേലധികാരി, നമ്മുടെ സുപ്പീരിയർ ആയിട്ടുള്ള ആള് എന്താണോ നമ്മൾക്ക് നിർദ്ദേശിക്കുന്നത് ആ ജോലി നമ്മൾ ചെയ്യാന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. അവർ പറയുന്ന കാര്യങ്ങൾക്ക് അനുസരിച്ച് ആ ഓഫീസുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുക. The teacher are also given the office work of delivery of uniforms, books, notebook, and special books like a words workbook, map drawing books, diaries or calendar books. In all the above cases, teachers should not feel that this work is something like throwing fertilizers in the field. They have responsibility in this. At any time they may be called for
വെരിഫിക്കേഷൻ ടു whom they are given, what is given and all. അതുപോലെ തന്നെ ടീച്ചറിന്റെ മറ്റു പല എന്താ പറയാ വർക്കുകളിൽ ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഓഫീസ് വർക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ചിലതാണ് ഇവിടെ കൊടുക്കുന്നത്. കുട്ടികൾക്ക് യൂണിഫോം ഡെലിവർ ചെയ്യുക. അതായത് നമ്മൾ അക്കാദമിക് ഇയർ തുടങ്ങുന്നതിന് മുമ്പായിട്ട് മെയ് മാസത്തിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്, പല സ്കൂളുകളും യൂണിഫോംസ്, ബുക്ക്, ടെക്സ്റ്റ് ബുക്കുകളൊക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ ടീച്ചറുടെ ഓഫീസ് വർക്കുകളുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രവർത്തനമാണ് കുട്ടികൾക്ക് യൂണിഫോം വിതരണം ചെയ്യുക, ബുക്കുകൾ കൊടുക്കുക, സ്പെഷ്യൽ ബുക്കുകൾ അല്ലെങ്കിൽ വർക്ക് ബുക്കുകൾ പ്രൊവൈഡ് ചെയ്യുക, മാപ്പ് ഡ്രോയിങ് ബുക്കുകൾ കൊടുക്കുക, ഡയറീസും കലണ്ടറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. ഇതൊക്കെ എന്താണ്, ടീച്ചറുടെ ഓഫീസ് ജോലിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. നമുക്കറിയാം ടീച്ചർമാര് പഠിപ്പിക്കാനാണ് വരുന്നത് അല്ലെ. അവരുടെ വർക്ക് എന്ന് പറയുന്നത് പഠിപ്പിക്കാന്നുള്ളതാണ്. പക്ഷെ അവരെന്ത് ചെയ്യുന്നുണ്ട്, സ്കൂളിൽ വെക്കേഷൻ ടൈം ആയാൽ പോലും, ഇപ്പോ സ്റ്റേറ്റ് സ്കൂളൊക്കെ ആണെങ്കിൽ മാർച്ച് ആ മാസത്തില് സ്കൂൾ ക്ലോസ് ചെയ്യും അല്ലെ. എന്നിരുന്നാൽ കൂടി അവർക്ക് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ചില ദിവസങ്ങളിൽ അതായത് HMന്റെ നിർദ്ദേശപ്രകാരം എല്ലാ ടീച്ചേഴ്സിനും വരേണ്ട ആവശ്യകതയുണ്ട്. എന്തിനാണ് അവർ വരുന്നത്? അവര് വെക്കേഷൻ ടൈമില് എന്ത് ഡ്യൂട്ടിയാണ് അവർക്ക് കൊടുക്കുന്നത്? ഡ്യൂട്ടി ഉണ്ടാവും. എന്ത് ഡ്യൂട്ടിയാ? അഡ്മിഷന്റെ ഡ്യൂട്ടി ഉണ്ടാവും. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള യൂണിഫോം ഡെലിവർ ചെയ്യുക, ബുക്കുകൾ കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഡ്യൂട്ടി ഒക്കെ ഇവരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഇവർക്ക് ആ ഒരു അവരുടെ അതായത് ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള അങ്ങനെയുള്ള ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പൊ അതൊക്കെ ചെയ്യാന്നുള്ളത് അവരുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ. So it is better for the teacher to keep a notebook at least and enter the date and the item given, volume given, and the signature of the person to whom given in the same notebook. She should also keep a record of the materials which she has received, the date, quantity, and often she should verify their remaining stock, etc. Tally with the balance as per the notebook. This will be keep her away from many problems. അതുപോലെ തന്നെ ടീച്ചർ പ്രത്യേകമായിട്ടൊരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതായത് ഇപ്പൊ യൂണിഫോം വിതരണം ചെയ്തു അല്ലെങ്കിൽ ബുക്കുകൾ സപ്ലൈ ചെയ്തു. അപ്പോ എന്നാണ് ആ പാരന്റ്സിന് അല്ലെങ്കിൽ കുട്ടികൾക്ക് യൂണിഫോം വിതരണം ചെയ്തത് അല്ലെങ്കിൽ ബുക്കുകൾ പ്രൊവൈഡ് ചെയ്തത് എന്നാണെന്നുള്ളൊരു ഡേറ്റ് നമ്മളൊരു നോട്ട്ബുക്കിൽ കൃത്യമായിട്ട് എഴുതിയിരിക്കണം. അതുപോലെ തന്നെ ടൈം, എപ്പോഴാണ് ആ കുട്ടിക്ക് ചിലപ്പോൾ മോർണിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ നൂൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഈവനിങ് ആയിരിക്കാം ചിലപ്പോൾ കുട്ടികൾക്ക് നോട്ട്ബുക്കും യൂണിഫോം ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ കറക്റ്റ് ആ ഡേറ്റ്, ടൈം, ആ കാര്യങ്ങൾ കൃത്യമായിട്ട് കുറിച്ച് വെക്കുക. അതുപോലെ തന്നെ എത്ര ക്വാണ്ടിറ്റിയിലാണ് കൊടുത്തത്, ചിലപ്പോൾ ബുക്കുകൾക്ക് എത്ര എണ്ണമാണ് കൊടുത്തത്, അല്ലെങ്കിൽ യൂണിഫോം എത്ര മെഷർമെന്റിലാണ് കൊടുത്തത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ വാങ്ങിക്കുന്ന വ്യക്തിയുടെ സിഗ്നേച്ചർ അവിടെ പതിപ്പിക്കുക ആ നോട്ട്ബുക്കില്. അപ്പൊ നമ്മളൊരു യൂണിഫോം ചെന്ന് വാങ്ങിച്ചു, അല്ലെങ്കിൽ നമ്മൾ ബുക്ക് വാങ്ങിച്ചു സ്കൂളിൽ നിന്ന് എന്നിട്ട് നമ്മളോടൊപ്പം ഇട്ട് കൊടുക്കുമല്ലോ അല്ലെ. എന്ത് സാധനം നമ്മൾ വാങ്ങിക്കുകയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, സൈൻ ചെയ്ത് കൊടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പൊ ഈ റെക്കോർഡ് നമ്മൾ സൂക്ഷിച്ചത് വെക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് ഏതെങ്കിലും ഒരു കാലത്ത് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ആരോപണം ടീച്ചർക്ക് മേലെ ഉണ്ടായി കഴിഞ്ഞാൽ, ഇപ്പോ സാധനങ്ങൾ കാണാതായെന്നോ, അല്ലെങ്കിൽ സാധനങ്ങളുടെ ഇടയിൽ ഇപ്പൊ ടെക്സ്റ്റ് ബുക്കിലേക്ക് ഇതില് വ്യത്യാസം വന്നെന്നോ, അല്ലെങ്കിൽ യൂണിഫോമിന്റെ അളവിൽ വ്യത്യാസം വന്നെന്നൊക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞാല് എന്ത് ചെയ്യാം, ടീച്ചർക്ക് എവിഡൻസ് ആയിട്ട് ഈ നോട്ട് ബുക്ക് കാണിക്കാവുന്നതാണ്. അപ്പൊ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ പറയാ, നമ്മള് ഈ ഒരു മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഇനി ബാലൻസ് വന്നപ്പോ ടെക്സ്റ്റ് ബുക്കുകൾ ഒരു 100 ഒരു ബണ്ടിൽ ഉണ്ടായിരുന്നായിരിക്കും, 100 ബണ്ടിൽ ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരു 50 ബണ്ടിൽ നമ്മള് കുട്ടികൾക്ക് കൊടുത്തു എന്ന് വിചാരിക്കുക. ബാക്കി ബാലൻസ് 50 ബണ്ടിലാണ് വരുന്നത്. അപ്പൊ കൃത്യമായിട്ട് ആ ബാലൻസും നമ്മൾ സെല്ല് എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ കൊടുത്ത പ്രൊവൈഡ് ചെയ്ത കാര്യങ്ങളും എന്താ പറയാ കണക്ട് ആവുന്നുണ്ടോ എന്ന് നോക്കുക. ആ ഒരു കാൽക്കുലേഷൻ ശരിയാവുന്നുണ്ടോ എന്നൊക്കെ നോക്കുക. ദെൻ കൃത്യമായിട്ട് എത്ര ഈ ബാലൻസ് എത്രയാണുള്ളത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു നോട്ട്ബുക്കിൽ ടീച്ചർ കുറിച്ച് വെക്കേണ്ടത് അത്യാവശ്യം. ഇത് ധാരാളം പ്രോബ്ലംസിൽ നിന്ന് ടീച്ചറെ തടയുന്നതിന് കാരണം, അതായത് പ്രോബ്ലംസ് വരാതിരിക്കും ടീച്ചറിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു നോട്ട്ബുക്കിൽ കുറിച്ച് വെക്കുകയാണെങ്കിൽ കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, സ്കൂളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കൂളിലെ ഓഫീസ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള വർക്കുകൾ തരുമ്പോൾ കൃത്യമായിട്ടൊരു നോട്ട്ബുക്കിൽ ആ കാര്യങ്ങള് കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെക്കാം എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ. ദെൻ ഫയൽസ് ടു ബി യൂസ്ഡ് ഇൻ സ്കൂൾസ്. എന്തൊക്കെ ഫയലുകളാണ് സ്കൂളുകളിൽ യൂസ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ അറ്റൻഡൻസ് റെക്കോർഡാണ്.
ഓക്കെ, അറ്റൻഡൻസ് റെക്കോർഡ് സൂക്ഷിച്ചു വെക്കുന്നതായിരിക്കും സ്കൂളില്. മിറർ എന്ന് പറയുന്നത് ഡീറ്റെയിൽസ് അബൌട്ട് ദ സ്റ്റുഡൻസ് അറ്റൻഡൻസ് ആൻഡ് സ്റ്റാഫ് അറ്റൻഡൻസ്. മിറർ എന്ന് ഉദ്ദേശിക്കുന്നത് കുട്ടികളുടെയും അതുപോലെ തന്നെ അവിടെയുള്ള സ്റ്റാഫുകളുടെയും അറ്റൻഡൻസുമായി ബന്ധപ്പെട്ടുള്ള ബുക്കിനെയാണ് മിറർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ദെൻ ലീവ് ലെറ്റർ രജിസ്റ്റർ ഉണ്ടാകും, അഡ്മിഷൻ രജിസ്റ്റർ ഉണ്ടാകും, സ്റ്റോക്ക് രജിസ്റ്റർ ഉണ്ടാകും. സ്റ്റോക്ക് രജിസ്റ്റർ എന്ന് പറഞ്ഞാല് നമ്പർ ഓഫ് ഡെസ്ക്, ബെഞ്ചസ്, സയന്റിഫിക് ആർട്ടിക്കിൾസ്, അതായത് അവിടെയുള്ള ഡെസ്കുകളുടെ എണ്ണം, പിന്നെ ബെഞ്ചുകൾ എത്രയാണ്, പിന്നെ അവിടെയുള്ള ജേർണൽ കാര്യങ്ങൾക്കും ബുക്കുകളും കാര്യങ്ങൾക്കും ഉണ്ടാവില്ലേ, മറ്റു പ്രസിദ്ധീകരണങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതിന്റെ ഇതാണ് എത്ര എണ്ണമാണെന്ന് രേഖപ്പെടുത്തി വെക്കുന്നതാണ് സ്റ്റോക്ക് രജിസ്റ്റർ. Then mark register ഉണ്ടാകും. Information about the marks obtained by the students in each and every examination. ഓരോ എക്സാമിനേഷനും കുട്ടി മേടിച്ചിട്ടുള്ള മാർക്ക് കൃത്യമായിട്ടും രേഖപ്പെടുത്തി വെക്കുന്ന ഒരു രജിസ്റ്റർ ആണ് മാർക്ക് രജിസ്ട്രേഷൻ. ഇപ്പോ കുട്ടികൾക്ക്, അതായത് സ്റ്റേറ്റ് സ്കൂളുകളിലായാലും CBSE സ്കൂളുകളിലായാലും ഓരോ ടൈമിൽ എക്സാം നടത്താറുണ്ട്. അപ്പൊ ഓരോ ടൈമിലും ഓരോ കുട്ടിക്കും വാങ്ങിയ മാർക്ക് എത്രയാണെന്ന് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് മാർക്ക് രജിസ്റ്ററിലാണ്. ഓക്കെ, ദെൻ ഫീ കളക്ഷൻ രജിസ്റ്റർ. കുട്ടികളുടെ കയ്യിൽ നിന്ന് ഫീസ് കളക്ട് ചെയ്യാനുണ്ട്. പല ഇത് മുഖേന അല്ലെങ്കിൽ പല PTA ഫണ്ടെന്നോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിലൊക്കെ പറഞ്ഞ ഫീസ് കളക്ട് ചെയ്യാറുണ്ട്. അപ്പൊ അതിന്റെ രജിസ്റ്റർ. വിസിറ്റേഴ്സ് നോട്ട് ഓർ ഇൻസ്പെക്ഷൻ രജിസ്റ്റർ. അതുപോലെ തന്നെ വിസിറ്റേഴ്സ് ഒക്കെ വരുമ്പോൾ അവരുടെ എന്താ പറയാ പ്രത്യേകമായിട്ടുള്ള ഏത് സമയത്താണ് വന്നത്, ഏത് കുട്ടിയെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്, അല്ലെങ്കിൽ ഓഫീസുമായി ബന്ധപ്പെട്ട് സ്കൂളുമായി ബന്ധപ്പെട്ട് മറ്റാളുകളൊക്കെ വരുവാണെങ്കിൽ അതിന്റെയൊക്കെ അവരുടെ പേര്, സൈൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുന്നത് വിസിറ്റേഴ്സ് നോട്ടിലാണ്. ഓക്കെ, ഈ 8 കാര്യങ്ങളാണ് സ്കൂളിൽ ഉപയോഗിക്കുന്ന ഫയലുകൾ എന്ന് പറയുന്നത് കേട്ടോ. അറ്റൻഡൻസ് റെക്കോർഡ് ഉണ്ട്, മിറർ, ലീവ് ലെറ്റർ രജിസ്റ്റർ, അഡ്മിഷൻ രജിസ്റ്റർ, സ്റ്റോക്ക് രജിസ്റ്റർ, മാർക്ക് രജിസ്റ്റർ, ഫീസ് കളക്ഷൻ രജിസ്റ്റർ, വിസിറ്റേഴ്സ് നോട്ട്. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണ് ഓഫീസിൽ എങ്ങനെയാണ് അറ്റൻഡൻസ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങൾ പിക്ചർ കാണുന്നുണ്ടോ താഴെ? പിക്ചർ കാണുന്നുണ്ട് അല്ലെ? ഓക്കെ, അതിനകത്ത് ഒരു കോളത്തില് ഇൻറ്റു ക്രോസ് ചിഹ്നം ഇട്ടിട്ടുണ്ട് അല്ലെ? ഇൻറ്റു, അതായത് ക്രോസ് ചിഹ്നം ഇട്ടിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഫുൾ പ്രസന്റ് എന്ന് വിളിക്കാം. ഓക്കെ, സ്കൂളിലെ ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫുകളുടെ അറ്റൻഡൻസ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അവര് ഫുൾ പ്രസന്റ് ആയ, ഒരു സ്കൂളിൽ ഇപ്പോ 50 സ്റ്റാഫുകൾ ഉണ്ടെങ്കിൽ 50 സ്റ്റാഫുകൾ ഫുൾ പ്രസന്റ് ആയി കഴിഞ്ഞാല് ആ ടീച്ചറിന്റെ നേരെ ഇടുന്ന സിമ്പിൾ എന്ന് പറയുന്നത് ക്രോസ് ചിഹ്നമാണ് കേട്ടോ. ഓക്കെ, നിങ്ങളിപ്പോ ഇന്ന് എന്താ പറയാ പ്രസന്റ് ആണ്. അപ്പോ ഒരു പേര് ഞാൻ പറയാം, വിവിധ ഡി എന്ന് പറയുന്ന സ്റ്റാഫ് ഇന്ന് പ്രസന്റ് ആണെങ്കിൽ ക്രോസ് ചിഹ്നമാണ് ഇടുക അവരുടെ രജിസ്റ്ററിൽ കേട്ടോ, അവരുടെ അറ്റൻഡൻസ് രജിസ്റ്ററിൽ ഇടുക, അങ്ങനെയാണ്. രണ്ടാമത്തത് മോർണിംഗ് പ്രസന്റ്. ഓക്കെ, രാവിലെയാണ് പ്രസന്റ് എങ്കിൽ, ഓക്കെ, അതായത് രാവിലെ വന്നിട്ട് ചിലപ്പോൾ ഉച്ചയ്ക്ക് ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാകും, ജോലി തീർത്തിട്ട് പോയിട്ടുണ്ടാകും. ഇപ്പൊ രാവിലെ മാത്രമാണ്, ഉച്ചവരെ ജോലിക്കൊക്കെ പോകുന്ന ആളുകളില്ലേ, സ്റ്റാഫുകളില്ലേ സ്കൂളുകളിൽ, ടീച്ചർമാര്. അപ്പോ അവരുടെ ആ മോർണിംഗ് പ്രസന്റ് ആണെങ്കിൽ നോക്കിയാൽ നിങ്ങള് ഒരു എന്താ പറയാ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റിലോട്ട് ഒരു ലൈൻ മാത്രമാണ് വരിക കേട്ടോ, ക്രോസ് ചിഹ്നം അല്ല ഇടുക. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കുക. മോർണിംഗ് പ്രസന്റ് അങ്ങനെയാണ് വരിക. ദെൻ ആഫ്റ്റർനൂൺ പ്രസന്റ് എങ്ങനെയാണെന്ന് നോക്കാം. നോക്കിയ നേരെ താഴോട്ടാ വരിക. ചിഹ്നം കാണുന്നുണ്ടല്ലോ നിങ്ങള്? ആഫ്റ്റർനൂൺ പ്രസന്റ് ആണ് വരിക. കുട്ടികളുടെ അറ്റൻഡൻസ് ഇങ്ങനെ തന്നെയല്ലേ എടുക്കുക? കുട്ടികളുടെ അറ്റൻഡൻസിൽ പക്ഷെ ഇത്രയും കാര്യങ്ങളില്ലല്ലോ. ഇത് ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫിന്റെ ആണ് കേട്ടോ. ഓക്കെ, ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫിന്റെ കുട്ടികളുടെ അറ്റൻഡൻസ് ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ പ്രസന്റ് ആബ്സെന്റ് ആ രീതിയിലാണ് എടുക്കുക, അല്ലാതെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അതിനകത്തില്ല. ഓക്കെ, കുട്ടികളുടെ അറ്റൻഡൻസില് ഫസ്റ്റത്തെ ഫുൾ പ്രസന്റ് ഇതേ സൈൻ തന്നെയാണ്. പിന്നെ ആബ്സെന്റിന് A എന്നല്ലേ മാർക്ക് ചെയ്യുന്നത്? അതെ, കുട്ടികളുടെ അല്ലേ ഇത് ഓഫീസിലെ ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫുകളുടെ അറ്റൻഡൻസ് ആണ് കേട്ടോ, സ്റ്റാഫ് റൂമിലെ. ഓക്കെ, അടുത്ത നോക്കിയാൽ നിങ്ങൾ മോർണിംഗ് സ്പോട്ട്. എന്താണ് മോർണിംഗ് സ്പോട്ട് എന്ന് പറഞ്ഞാല്? മോർണിംഗ് സ്പോട്ട് എന്താണ്?
പിടികിട്ടിയോ ആർക്കെങ്കിലും? അഖില, എന്താണ് മോർണിംഗ് സ്പോട്ട്? ഒരു സ്ക്വയർ ഇട്ടിട്ട് ഒരു ഡോട്ട് ഇട്ടിട്ടുണ്ട്, അതിനെയാണ് മോർണിംഗ് സ്പോട്ട് എന്ന് പറയുന്നത്. എന്താണ് ഉദ്ദേശിക്കുന്നത് മോർണിംഗ് സ്പോട്ട്? മാം രാവിലെ തന്നെ വന്നിട്ട് രാവിലെ തിരിച്ചു പോകുന്നത് തന്നെയാണോ? അത് തന്നെ. അതായത് ആ ഒരു ചിലപ്പോ 10 മണിക്കായിരിക്കും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. ആ സമയത്ത് വന്നിട്ട് ചിലപ്പോ കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു പോകും. ഒരു 10-15 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞിട്ട് തിരിച്ചു പോകും. അതിനെയാണ് മോർണിംഗ് സ്പോട്ട് എന്ന് പറയുക കേട്ടോ. ചിലപ്പോ എന്തെങ്കിലും എമർജൻസി ആയിരിക്കും. ക്ലാസ്സിൽ വന്നു, നമ്മൾ സൈൻ ചെയ്തു, ക്ലാസ്സിൽ കയറി നമ്മൾ പഠിപ്പിക്കാൻ തുടങ്ങുകയാണ്. പെട്ടെന്ന് തന്നെ ഒരു കോള് വരാം, അത്യാവശ്യമാണ്, പെട്ടെന്ന് തന്നെ വീട്ടിൽ ചെല്ലണമെന്നോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും മരിച്ചു പോയെന്നോ അങ്ങനെ പറഞ്ഞ കോളുകളൊക്കെ വരില്ലേ, നമുക്ക് പെട്ടെന്ന് ചെല്ലേണ്ടതായിട്ടുണ്ട്. പക്ഷെ ആളിവിടെ വന്ന് സൈൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതിനെയാണ് മോർണിംഗ് സ്പോട്ട് എന്ന് പറയാ കേട്ടോ. ഓക്കെ. അടുത്തത് മോർണിംഗ് ആബ്സെന്റ്, ആഫ്റ്റർനൂൺ പ്രസന്റ്. ചില ടീച്ചേഴ്സ് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് മോർണിംഗിൽ ആബ്സെന്റ് ആയിരിക്കാം, പക്ഷെ ആഫ്റ്റർനൂൺ അവര് വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ടാവും. അതിനെയാണ് ആ ഒരു സിമ്പിള് ഡിനോട്ട് ചെയ്യുന്നത് കേട്ടോ. ഇത് നിങ്ങൾ നോക്കിയേ, മോർണിംഗ് സ്പോട്ട് പോലെ തന്നെ അടുത്തൊരു ഡോട്ട് വരുന്നുണ്ട്, ആഫ്റ്റർനൂൺ സ്പോട്ട്. ഓക്കെ, ആഫ്റ്റർനൂൺ സ്പോട്ട്. ആഫ്റ്റർനൂണിൽ ചിലപ്പോൾ ജോയിൻ ചെയ്തിട്ട് ചിലപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് തിരിച്ചു പോകേണ്ട കാര്യം വന്നേക്കാം. ഇതുപോലെ ഉച്ചയ്ക്ക് ശേഷം വരുന്ന ടീച്ചേഴ്സ് ഉണ്ടല്ലോ, അപ്പൊ അവർക്ക് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ആ ഒരു സമയം അവർ പഠിപ്പിക്കാനായിട്ട് കയറി, പക്ഷെ കുറച്ച് സമയത്തിനുള്ളിൽ അവര് തിരിച്ചു പോയിരിക്കാം. ദാറ്റ് ഈസ് ആഫ്റ്റർനൂൺ സ്പോട്ട്. അതുപോലെ തന്നെ ഒരു എന്താ പറയാ, ഒരു സ്ക്വയറില് ഒരു ലൈൻ മുകളിലോട്ട് വരച്ചിട്ട് ഒരു 1 കൊടുത്തിട്ടുണ്ട് കേട്ടോ. താഴേക്ക് ഒരു 1 കൊടുത്തിട്ടുണ്ട്. അത് മോർണിംഗ് പ്രസന്റ്, ആഫ്റ്റർനൂൺ ആബ്സെന്റിനെയാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. മോർണിംഗിൽ പ്രസന്റ് ആയിരിക്കാം, ആഫ്റ്റർനൂണില് ആബ്സെന്റ് ആയിരിക്കും. അതുപോലെ തന്നെ അതിന്റെ താഴേക്ക് ഒരു എന്താ പറയാ, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പൊ ഞാൻ മുകളിൽ ഇപ്പൊ പറഞ്ഞ ചിഹ്നത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേറൊരു 1 കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് നീങ്ങിയിട്ടാണ് ആ 1 കൊടുത്തിരിക്കുന്നത്. അത് മോർണിംഗ് പ്രസന്റ്, ആഫ്റ്റർനൂൺ ലീവ് ആണ്. ഓക്കെ, അതായത് മോർണിംഗ് പ്രസന്റ്, ആഫ്റ്റർനൂൺ ലീവ് എന്ന് പറഞ്ഞാല് ചില സ്കൂളുകൾക്ക് ലീവ് ആണ് കേട്ടോ, ആബ്സെന്റ് അല്ല ലീവ്. ചില സ്കൂളുകൾക്ക് കുട്ടികൾക്കും ടീച്ചർമാർക്കൊക്കെ ലീവ് കൊടുക്കാറുണ്ട്. ഉച്ച കഴിഞ്ഞ് ക്ലാസ് ഇല്ല എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുക്കാറുണ്ട്. എന്തെങ്കിലും ഇപ്പൊ കലോത്സവം പ്രമാണിച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും യൂത്ത് ഫെസ്റ്റിവൽ പ്രമാണിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല, എല്ലാവർക്കും ബാധകമാകുന്ന രീതിയിൽ നമ്മൾ കൊടുക്കാറുണ്ട്. അതിനെയാണ് എന്ത് പറയാ, ലീവ് എന്ന് പറയാ കേട്ടോ. എല്ലാവർക്കും ബാധകം, കുട്ടികൾക്കും ഇല്ല ടീച്ചർമാർക്കും ഇല്ല. ഓക്കെ, ഇപ്പൊ രാവിലെ ക്ലാസ് ഉണ്ടായിരിക്കാം, ഉച്ച കഴിഞ്ഞിട്ട് ക്ലാസ് ഉണ്ടാവില്ല. അതിനെയാണ് മോർണിംഗ് പ്രസന്റ്, ആഫ്റ്റർനൂൺ ലീവ് എന്നതുകൊണ്ട്. അതിന്റെ തന്നെ ഓപ്പോസിറ്റ് അടുത്തത് മോർണിംഗ് ലീവ്, ആഫ്റ്റർനൂൺ പ്രസന്റ്. ചില രാവിലെ ക്ലാസ് ഉണ്ടാവണം എന്നില്ല, ഉച്ചയ്ക്കായിരിക്കും ക്ലാസ്. ചില എക്സാം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചിലർക്ക് ഇങ്ങനെ ഉണ്ടാവാറുണ്ട് അല്ലെ. അതായത് മോർണിംഗില് ചിലപ്പോൾ ഉണ്ടാവില്ല, ആഫ്റ്റർനൂണിലായിരിക്കും ക്ലാസ് ഉള്ളത്. അപ്പോ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങള്. അടുത്തത് ഫുൾ ഡേ ലീവ് ആണ്. ഫുൾ ഡേ ലീവ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അവധികൾ വരിക. ഇപ്പൊ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം, സ്വാതന്ത്ര്യദിനം നമുക്ക് എന്താ പറയാ പറയാൻ പറ്റില്ല, കാരണം പ്രസന്റ് ആവുന്നുണ്ട്. കുറച്ച് പതാക ഉയർത്താനും ലഡ് വിതരണം അതുപോലെ അസംബ്ലി അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുകൊണ്ട് അത് നമുക്ക് പറയാൻ പറ്റില്ല. അല്ലാത്ത കുറെ ഇതുണ്ടല്ലോ, ഇപ്പൊ എന്താ പറയാ ശിവരാത്രി, അതുപോലെ തന്നെ മന്നത്ത് ജയന്തി, അങ്ങനെ കുറെ ഹോളിഡേസ് നമുക്ക് കലണ്ടറിൽ കാണാൻ സാധിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള അതായത് ഹോളിഡേ കൊടുക്കുന്ന ദിവസം അത് ഫുൾ ലീവ് ആയിരിക്കും സ്കൂളിന്. ഓക്കെ, ആരും തന്നെ ഉണ്ടാവണം എന്നില്ല, സ്കൂൾ ഓപ്പൺ ചെയ്യില്ല. അപ്പൊ അതിനെ നമുക്ക് ഫുൾ ഡേ ലീവ് എന്ന് പറയാം. ഓക്കെ, അതുപോലെ തന്നെ ഫുൾ ഡേ ആബ്സെന്റ്, ഒരേ വരുന്നുണ്ട് ആബ്സെന്റ്, ഫുൾ ഡേ ആബ്സെന്റ്. അതായത് ടീച്ചർമാർ ചില വർക്കുകളുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ വേറെ സ്കൂളുകളിൽ പോവുകയോ അല്ലെങ്കിൽ മറ്റു പല വർക്കുകളുമായി ബന്ധപ്പെട്ട് വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് ഒരു ടൂർ പോവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് ഫുൾ ഡേ ആബ്സെന്റ് എന്നാ പറയാ. ടീച്ചർമാർ ആരും തന്നെ സ്കൂളിൽ ഉണ്ടാവണമെന്നില്ല, വേറെ ചില സ്റ്റാഫുകളായിരിക്കാം ചിലപ്പോൾ സ്കൂളിൽ ഉണ്ടാവുക. അപ്പൊ അതിനെ നമുക്ക് ആബ്സെന്റ് എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആണോ? Yes, ma'am. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു അസൈൻമെന്റ് തരാം. ഓഫീസ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അസൈൻമെന്റ് ആണ് കേട്ടോ. സ്കൂൾ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് തരാം. ആദ്യം ഞാനിത് പറയാം. അതായത് ഇപ്പൊ നിങ്ങൾ ഈ അറ്റൻഡൻസ് കണ്ടല്ലോ, അറ്റൻഡൻസ് കണ്ടതില് നിങ്ങളിപ്പോ ഒരു 10 പേരുടെ, ഒരു 10 അല്ല ഒരു 25 സ്റ്റാഫുകളുടെ പേരുകൾ, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരുകളാകാം.
ചിലപ്പോൾ ഇതിനകത്ത് തന്നെ പല പേരുണ്ട് അല്ലെ, ദീപ, ഉണ്ണി, രേഷ്മ, രേഷു, അഖിലായം, അസ്ന, സഫൽ, അങ്ങനെ പല പേരുകളുണ്ട്. ആ പേരുകൾ നിങ്ങൾക്ക് 25 പേരുകൾ എടുക്കാം. ഓക്കെ, ഇവരൊക്കെ സ്റ്റാഫുകളാണെന്ന് വിചാരിക്കുക. എന്നിട്ട് ഓരോരുത്തർക്കും നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ അറ്റൻഡൻസ് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പൊ ദീപാവുണ്ണി ഫുൾ ഡേ പ്രസന്റ് ആണെങ്കിൽ ദീപാവുണ്ണി എന്ന് എഴുതിയിട്ട് ആ ഒരു ഫുൾ ഡേ പ്രസന്റിന്റെ സിമ്പിൾ അവിടെ യൂസ് ചെയ്യാം. ഇനി അതുപോലെ തന്നെ രേഷ്മ, രേഷു മോർണിംഗ് പ്രസന്റ് ആണെങ്കിൽ മോർണിംഗ് പ്രസന്റിന്റെ സിമ്പിൾ യൂസ് ചെയ്യാം. അങ്ങനെ നിങ്ങൾ അറ്റൻഡൻസ് രജിസ്റ്റർ ക്രിയേറ്റ് ചെയ്യുക. അതാണ് നിങ്ങൾക്ക് തരുന്ന അസൈൻമെന്റ് കേട്ടോ. ക്ലിയർ ആയോ പറഞ്ഞത്? മനസ്സിലായോ? മനസ്സിലായി. A4 ഷീറ്റിലല്ലേ? A4 ഷീറ്റിലോ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ബുക്ക്, വലിയൊരു ബുക്ക് ഉണ്ടെങ്കിൽ അതിനകത്തായാലും മതി. കോളേജ് ബുക്ക് ഉണ്ടെങ്കിൽ അതിനകത്തായാലും മതി. എന്നിട്ട് വ്യക്തമായിട്ട് വരക്കുക കേട്ടോ. അതായത് കോളം ഒക്കെ വരച്ച് കൃത്യമായിട്ട് കൊടുക്കുക. അതായത് ഒരു എന്താ പറയുക, 25 പേരുടെ എടുത്തു കഴിഞ്ഞാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസത്തേക്കുള്ളത് പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു 15 ദിവസത്തേക്കുള്ളത് പ്രിപ്പയർ ചെയ്യാം. അങ്ങനെ പ്രിപ്പയർ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ഓരോ ഡേറ്റും കാര്യങ്ങളൊക്കെ വരും. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ അങ്ങനെയുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. 15 ദിവസം 30 ദിവസം എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒന്ന് ക്രിയേറ്റ് ചെയ്തെടുത്ത് സബ്മിറ്റ് ചെയ്യാം. ഞാൻ ഇവിടെ ക്വസ്റ്റ്യൻ ഞാൻ കൊടുത്തോളാം. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയോ? മാം, ഒരു ഡൗട്ട് ഉണ്ട്. ആ ഇതേ സിമ്പിൾ തന്നെ നമ്മൾ ഫോളോ ചെയ്യണോ? അതെ അതെ, ഇതേ സിമ്പിൾ തന്നെ ഫോളോ ചെയ്യണം. ഓക്കെ. ഇതേ സിമ്പിൾ തന്നെ ഫോളോ ചെയ്യണം കേട്ടോ. ഇപ്പൊ ഹോളിഡേസ് ഒക്കെ വരുന്ന സമയം നമ്മൾ ഫുൾ ഡേ ലീവ് എന്നല്ലേ കൊടുക്കുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഡേയ്സ് ഒരു മാസത്തെ എടുക്കുന്നതാണ് നല്ലത്. ഒരു മാസം തന്നെ ഇപ്പൊ ഏതെങ്കിലും ഒരു മാസത്തിലൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ജനുവരിയിൽ എടുക്കാം, ഫെബ്രുവരിയിൽ എടുക്കാം. അങ്ങനെ ഒരു മാസത്തെ എടുത്തിട്ട് അതിനകത്ത് ചിലപ്പോൾ ലീവുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ നമുക്ക് ലീവ് ഒക്കെ വരുവാണെങ്കിൽ ഫുൾ ഡേ ലീവ് എന്നൊക്കെ ഡിനോട്ട് ചെയ്യാം സിമ്പിൾ ഉപയോഗിച്ച്. ക്ലിയർ ആണോ? ഒരു മാസത്തെ എടുക്കുന്നതാണ് നല്ലത്. ഏതെങ്കിലും ഒരു മാസം നിങ്ങൾ തന്നെ ചൂസ് ചെയ്യുക. എന്നിട്ട് 25 സ്റ്റാഫുകളുടെ പേരുകൾ എഴുതുക. ദെൻ അവരുടെ ലീവ്, അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എല്ലാവരും ഉൾക്കൊള്ളിച്ചിരിക്കണം. ഫുൾ ഡേ പ്രസന്റ്, മോർണിംഗ് പ്രസന്റ്, ആഫ്റ്റർനൂൺ, മോർണിംഗ് സ്പോട്ട് ഇതൊക്കെ ഉണ്ടായിരിക്കണം കേട്ടോ എല്ലാവർക്കും. എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ ഇത് നോക്കിയിട്ട് ഒരു മാസത്തെ കണക്കനുസരിച്ചിട്ട് അതൊക്കെ നിങ്ങൾ ചെയ്യാം. സൺഡേ കോളം വേണ്ട, സൺഡേ കോളം വേണ്ട. വേണമെങ്കിൽ ചെയ്യാം കേട്ടോ, കുഴപ്പമില്ല. വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട. കാരണം സൺഡേ വർക്കിംഗ് ഡേ അല്ലല്ലോ, കുഴപ്പമില്ല, അങ്ങനെ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. നമ്മളാ ഈ ലാസ്റ്റ് ഒരു മിനിറ്റ് ടീച്ചറെ, നമ്മൾ ആ കോളം വരച്ചിട്ട് ഒരു ഒന്നിട്ടിട്ടില്ലേ ആബ്സെന്റിന്റെ തൊട്ട് മുമ്പിലുള്ളേ, അത് ഫുൾ ഡേ എന്ന് പറയുന്നത് സ്കൂൾ അവധിയാണെന്നാണോ ഉദ്ദേശിച്ചത്? ശനിയും ഞായറും ഒക്കെ? ഫുൾ ഡേ ലീവ് ആണ്, സ്കൂൾ അവധി. അതായത് ഹോളിഡേസ് ഒക്കെ വരില്ലേ, അപ്പൊ വർക്കിംഗ് ഡേയ്സിൽ ഹോളിഡേസ് വരുമ്പോ സ്കൂളിൽ ക്ലാസ് ഉണ്ടാവില്ലല്ലോ. ടീച്ചേഴ്സും സ്റ്റുഡൻസും ഇല്ലാത്തത്. അതെല്ലാവർക്കും ആ സ്കൂളിലെ എല്ലാവർക്കും ലീവ് കൊടുക്കുന്നു എന്ന് ഡിനോട്ട് ചെയ്യുന്നതാണ് ഫുൾ ഡേ ലീവ് കേട്ടോ. ആബ്സെന്റ് എന്ന് പറയുന്നത് കുട്ടികളും മറ്റ് സ്റ്റാഫും ഒക്കെ ഉണ്ടായിരിക്കും, ടീച്ചേഴ്സിനും സ്കൂളിൽ എത്താൻ പറ്റാത്ത സാഹചര്യം, അങ്ങനെയാണോ? എന്താണ് ആബ്സെന്റ് ഇട്ടേക്കുന്നില്ലേ, ഇട്ടേക്കുന്നില്ല, അത് കുട്ടികളും സ്റ്റാഫും സ്കൂളിൽ ഉണ്ടാവും. ടീച്ചേഴ്സിന് ഇപ്പൊ വേറെ സ്കൂളിൽ എന്തെങ്കിലും അല്ലെങ്കിൽ എക്സാമിനെ വേറെ സ്കൂളിൽ ഡ്യൂട്ടീസിനൊക്കെ പോവില്ലേ, ചില നമ്മൾ കാണാറില്ലേ, ചില സ്കൂളുകളിൽ ക്ലാസ്സുകളൊന്നും ഉണ്ടാവാറില്ല. അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ചിലപ്പോ HM ഒക്കെ വന്നിട്ട് അല്ലെങ്കിൽ അവർക്ക് വേറെ വല്ല വർക്കുകളൊക്കെ കൊടുക്കും. സ്കൂളില് വേറെ ചില സ്കൂളുകളിൽ ടീച്ചേഴ്സ് ഡ്യൂട്ടിക്ക് പോകും, എക്സാം ഡ്യൂട്ടിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോവാറില്ലേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഫുൾ ഡേ ആബ്സെന്റ് ആണ് കൊടുക്കുക. കാരണം ഒരു ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സിന് നമുക്ക് ഒരു സ്ഥലത്തേക്ക് പറഞ്ഞയച്ചിരിക്കുക ചെയ്യാം. അപ്പോ ഫുൾ ഡേ ആബ്സെന്റ് ആയിട്ടാണ് അവിടെ അത് കാണിക്കുക കേട്ടോ. ടീച്ചറെ, ഒരു ഡൗട്ട് ചോദിക്കട്ടെ. അപ്പൊ ടീച്ചേഴ്സിന് ഇപ്പൊ അസുഖം വന്നിട്ട് അവര് ലീവ് എടുക്കൂലോ, ഫുൾ ഡേ ലീവ് എടുക്കുക. അപ്പൊ എങ്ങനെയാ അത്? ഫുൾ ഡേ ആബ്സെന്റിലാണ് വരുന്നത് കേട്ടോ. അത് ഫുൾ ഡേ ആബ്സെന്റിലാണ് പറയാൻ പറ്റുമോ? അസുഖം വന്നിട്ട് ലീവ് എടുക്കുന്നത് ഫുൾ ഡേ ആബ്സെന്റിലാണ് വരും. ഓക്കെ, ലീവ് എന്ന് പറയുമ്പോൾ നമ്മള് ഫുൾ ഡേ ലീവ് എന്ന് പറയുമ്പോൾ പൊതുവായിട്ട് എല്ലാവർക്കും ബാധകം എന്ന രീതിയിലാണ് ആ ലീവ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പുതിയ ചാപ്റ്റർ ആയിട്ട് വരാം, കമ്മ്യൂണിക്കേഷൻ. വലിയൊരു ചാപ്റ്റർ ആണ്.
നീണ്ടു കിടക്കുന്ന കുറെ അധികം പേജുകളുള്ള ഒരു ചാപ്റ്റർ ആണ്, പെട്ടെന്നൊന്നും തീരില്ല. ഇത് സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആയിരുന്നു, അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് എടുത്തത് കേട്ടോ ഞാൻ. ഓക്കെ, ഇതിന്റെ അസൈൻമെന്റ് ചെയ്യാം. ഒരു ഡൗട്ടും കൂടി ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാൻ വേണ്ടിട്ട്, ഈ അസൈൻമെന്റിന് ലാസ്റ്റ് ഡേറ്റ് എന്നാ? നിങ്ങൾക്ക് ലാസ്റ്റ് ഡേറ്റ് തരാറുണ്ടോ? അസൈൻമെന്റ് ലാസ്റ്റ് ഡേറ്റ് പറയാറുണ്ടല്ലോ, ചിലതിനൊക്കെ തരാറുണ്ട്. ചിലതിനൊക്കെ തരാറുണ്ട്. ചിലതിനൊക്കെ തരാറുണ്ട്. നിങ്ങൾക്ക് എത്ര ദിവസം വേണം ഇത് എഴുതാനായിട്ട്? നെക്സ്റ്റ് വീക്ക് മതിയാവും, ഒരു വീക്ക് മതിയാവും. ഒരു വീക്ക് മതി. ഇന്ന് എത്രാം തീയതിയാ? 25th. 25th. നെക്സ്റ്റ് മൺഡേക്ക്. നെക്സ്റ്റ് മൺഡേ ലാസ്റ്റ് ഡേറ്റ്. നെക്സ്റ്റ് മൺഡേ ആണ് കേട്ടോ. അപ്പൊ അതിനുള്ളിൽ സബ്മിറ്റ് ചെയ്യാം. ഇനി നെക്സ്റ്റ് മൺഡേ ആയിരിക്കും എന്റെ ക്ലാസ് വരിക, ആ ദിവസത്തിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ മിസ്, എന്തെങ്കിലും ഡൗട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിച്ചോട്ടെ, എഴുതി നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് വരാണെങ്കിൽ. എന്താണ്? എന്തെങ്കിലും ഡൗട്ട് വരാണെങ്കിലേ നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിച്ചോട്ടെ എന്ന് എഴുതിയിട്ടേ. ചോദിച്ചോളൂ, കുഴപ്പമില്ല, ചോദിച്ചോളൂ. ഓക്കെ, അപ്പൊ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം.